ഹായ് ഗൈസ്, ടെക് ട്രാവൽ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലേസർ ഉപയോഗിച്ച് ലെവൽ പിടിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഐറ്റം. ബോഷിൻ്റെ കമ്പനിയാണ്. ഇത് നമ്മുടെ ട്രൈപോഡാണ്, ക്യാമറ സ്റ്റാൻഡ് എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനും ഈ സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈപോഡിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഈ ലൈൻ ലേസർ ഫിറ്റ് ചെയ്യുന്നത്. ഈ ട്രൈപോഡിൻ്റെ 3 കാലുകളും നമുക്ക് ആവശ്യാനുസരണം നീട്ടാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളുടെ ലൈൻ ലേസറിന്ന് നിലത്ത് വീണതാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആണ്, പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു സ്ലൈഡ് സ്വിച്ചാണ്. ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. നമ്മളിത് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഇത് ലോക്ക് ചെയ്തേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് മേളിലൊരു പിക്ചർ കാണിച്ചിട്ടുള്ളത്. ഈ ട്രൈപോഡിൽ 2 സ്പിരിറ്റ് ലെവലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 സ്പിരിറ്റ് ലെവലിലെയും ഡോട്ടുകൾ, എയർ ഡോട്ടുകൾ സെൻറ്റർ വരുന്ന രീതിയിൽ ഈ സ്റ്റാൻഡ് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ലൈൻ ലേസറിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വ്യത്യസ്ത ആംഗിളുകളിലോട്ട് ചലിപ്പിക്കാൻ ഓരോ കീകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൂസാക്കിയതിന് ശേഷം വേണം ഓരോ ആംഗിളിലോട്ടും തിരിക്കാൻ പാടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അളവിൽ സെറ്റ് ചെയ്തതിന് ശേഷം കീ നല്ലവണ്ണം മുറുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ആ ആംഗിളിൽ നിന്ന് മാറ്റം വരുന്നതാണ്. ഇത് മേളിലേക്കും താഴത്തേക്കും ചലിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതും ആവശ്യത്തിന് സെറ്റ് ചെയ്തതിന് ശേഷം മുറുക്കി കൊടുക്കണം. ബാറ്ററി ഇടുന്ന വശത്തെ ലോക്ക് പോയിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു ആണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് ഊരിപ്പോയി, കുഴപ്പമില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറിൻ്റെ ത്രെഡൊക്കെ പോയി കിടക്കുകയാണ്. അത് കാരണം തിരിച്ചിട്ട് പൊങ്ങുന്നില്ല, താഴത്തോട്ട് പോരുകയാണ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പൊക്കിയും താഴ്ത്തുകയും ചെയ്യാം. ഇപ്പം നമുക്കൊരു വീട്ടിൽ മൊത്തത്തിൽ വാട്ടർ ലെവൽ പിടിക്കണമെങ്കിൽ 2 പേരുടെ സഹായം വേണം. ഒറ്റയ്ക്ക് നമുക്ക് പറ്റത്തില്ല. ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും വാട്ടർ ലെവൽ പിടിക്കാവുന്ന. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന പെൻസിൽ ബാറ്ററി തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 4 ബാറ്ററികളാണ് ഇതിലിടേണ്ടത്. ട്രൈപോഡ് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇതൊന്നുകൂടി കാണിച്ചു തരുന്നത്. ഇത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീകൾ ലൂസാക്കാതെ ഇതുമ്മേ പിടിച്ച് തിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡും പോകും, ഇത് ഒടിഞ്ഞും പോകും. ഇപ്പോൾ ഇങ്ങനെ ആക്കണമെങ്കിൽ തന്നെ ആ സ്റ്റിക്കൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ആക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം തന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കീ ലൂസാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ സ്റ്റിക്കിൽ തിരിച്ചുകൊണ്ട് പൊക്കാനും താഴ്ത്താനും ശ്രമിക്കാവുള്ളൂ. ഇല്ലാത്ത പക്ഷമാണ് ഇതിൻ്റെ ത്രെഡ് പോവുകയും പിന്നീട് എത്ര തിരിച്ചാലും ഇത് പൊങ്ങാതെ വരികയും ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കീ നന്നായിട്ട് മുറുക്കണം. ഇനി നമുക്കിതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ സ്ലൈഡ് സ്വിച്ചിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ലെവലെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ലൈൻ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ലോക്കായിരിക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് മാത്രമേ കത്തിക്കിടക്കുകയുള്ളൂ. റെഡ് ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ അത് ലെവൽ കറക്റ്റല്ലെന്നാണ് അർത്ഥം. കറക്റ്റ് ലെവലാവുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് തെളിയുന്നതാണ്. ഇനി നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ലെവൽ കറക്റ്റായിട്ടുണ്ട്. അവിടെ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പവർ ബട്ടൺ ഒറ്റത്തവണ പ്രസ് ചെയ്യുമ്പോൾ 2 ലൈനുകൾ വരികയും പിന്നോടുള്ള ഓരോ പ്രസ്സിലും ഓരോ ലൈനുകളായി വരികയും ചെയ്യുന്നു. 4ാമത്തെ പ്രസ്സിൽ ഈ സിസ്റ്റം ഓഫാകുകയും ചെയ്യുന്നു. ലെവൽ കറക്റ്റായിരിക്കുന്ന സമയത്ത് തിരിക്കുകയോ ചരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ലൈറ്റ് ബ്ലിങ്കായി അത് റെഡ് കളറാവും. റെഡ് കളറായി കഴിഞ്ഞാൽ ഇത് ലെവൽ കറക്റ്റല്ല. ഗ്രീൻ കളർ ലൈറ്റ് തന്നെ നിൽക്കണം, എന്നാലേ ലെവൽ കറക്റ്റായിരിക്കുകയുള്ളൂ. കറക്റ്റാകാത്ത പക്ഷം ഈ ലൈനും ഇതേപോലെ ഡിമ്മായിക്കൊണ്ടിരിക്കും. അവിടെ ഗ്രീൻ തെളിഞ്ഞപ്പോൾ ലൈൻ ഡിമ്മാകുന്നില്ല. ഇപ്പം കറക്റ്റ് ലെവലാണ്. ഇനി നമുക്ക് ഒരു ഭിത്തിയിൽ ഒരളവ് മാർക്ക് ചെയ്തതിന് ശേഷം അത് എങ്ങനെ അടുത്ത ഭിത്തിയിലായിട്ട് അതേ അളവ് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. നമ്മളിവിടെ സിമൻറ്റ് ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതാകുമ്പം മാഞ്ഞു പോകത്തില്ല. ഇത് 100 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിന് ഇത്ര ഹൈറ്റ് ആവശ്യമില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പൊന്ന് നമുക്കൊന്ന് താഴ്ത്തിയേക്കാം. ഇത് നമ്മൾ എടുത്ത് മാറ്റാനൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ലൈൻ ലേസർ ലോക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഓണാക്കിയതിന് ശേഷം ഇതൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഉള്ളത് ലെവൽ കറക്റ്റ് ആവുള്ളൂ. കണ്ട, ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെവൽ കറക്റ്റാണ്. ഇനി നമുക്ക് സിംഗിൾ ലൈൻ ആക്കാം. ഇത് സിംഗിൾ ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിലോട്ട് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിനായിട്ട് ഈ ലോക്ക് ലൂസ് ചെയ്തതിന് ശേഷം പതുക്കെ താഴത്തോട്ട് താഴ്ത്തണം. പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മുറുക്കി കൊടുക്കണം. അതാകുമ്പോൾ ആ അളവ് സെറ്റായി. ഇനി അത് മാറത്തില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതേ അളവ് തന്നെ, ഈ ലേസർ എവിടം വരെ എത്തുന്നു അവിടെയൊക്കെ നമുക്ക് ഇതേ അളവ് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അപ്പുറത്തെ ഭിത്തിയിലോട്ടൊന്ന് മാറ്റി മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ പതുക്കെ തിരിച്ചാൽ മതി. കണ്ട, അവിടുത്തെ ഭിത്തിയിൽ വന്ന്. ഇനി നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നീലം ചരടടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. തേച്ച ഭിത്തിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെൻസിൽ കൊണ്ടോ മാർക്കർ കൊണ്ടോ ഒക്കെ മാർക്ക് ചെയ്താൽ മതി. തേക്കാത്ത ഭിത്തികളിൽ എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് കൂടുതലും ഇൻഡോർ പരിപാടികൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഔട്ട്ഡോർ യൂസ് ചെയ്യാം, പക്ഷേ ലൈറ്റിങ് പ്രശ്നമായിരിക്കും. നല്ല വെയിൽ കുറവുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഔട്ട്ഡോറും പറ്റും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ കണ്ട ബാത്റൂമിൽ ചെറിയ ഇരുട്ടുണ്ട്, കണ്ട നല്ല രീതിക്ക് കാണാനൊക്കെ ഒന്നുണ്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. നല്ല വെയിലുള്ള സമയങ്ങളിൽ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇൻഡോർ പരിപാടിക്കാണെങ്കിൽ കുഴപ്പമില്ല.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.